ഗോധ്രയിൽ പിന്നെ ആ കമ്പാർട്ട്മെൻറ്റ് തീ വെച്ചു എന്നുള്ള പോലീസ് കേസാണെങ്കിൽ തന്നെ അവരെ പിടിച്ച് ശിക്ഷിക്കുക എന്നുള്ള മുഖ്യമന്ത്രിയുടെ തന്നെ ആർഗ്യുമെൻറ്റ്. അവരെ പിടിച്ച് ശിക്ഷിക്കുക എന്നുള്ള മുഖ്യമന്ത്രിയുടെ പണി ചെയ്യുന്നതിന് പകരം അവിടുത്തെ ഇപ്പോൾ നമ്മളെ BBC ഡോക്യുമെൻ്ററി വളരെ ക്ലിയറാണ്. 72 മണിക്കൂറിൽ ഞങ്ങൾ അടിച്ചമർത്തി എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. അത് വളരെ പ്ലെയിനായിട്ട് പുള്ളി പറയും, ഞങ്ങൾ പുട്ട് ഇറ്റ് ഡൗൺ ഇൻ 72 hours. ഇന്ത്യയിലെ ക്രമസമാധാന പാലനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ടായത് എല്ലാവരും, അതായത് പോലീസ് ഓഫീസേഴ്സും ഇതിനെക്കുറിച്ച് പഠിക്കുന്ന ആളുകളും എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമുണ്ട്. 24 മണിക്കൂറിൻ്റെ അപ്പുറത്തേക്ക് ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു കലാപം നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതൊരു ഭരണകൂടത്തിൻ്റെ അനുമതി അതില്ലാതെ നടക്കില്ല. ഇന്ത്യൻ സ്റ്റേറ്റ് ഈസ് സോ മൈറ്റി. അവർക്ക് ഏത് തരം കലാപവും 24 മണിക്കൂർ കൊണ്ട് അടിച്ചമർത്താൻ വേണ്ടി പറ്റും. അതിനുള്ള വേർവിത്തുകൾ, അതിനുള്ള ആയുധങ്ങളും സന്നാഹവും ഇന്ത്യൻ ഭരണകൂടത്തിനുണ്ട്. അപ്പം 72 മണിക്കൂർ എന്ന് അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന നരേന്ദ്രമോദി ആവർത്തിച്ച് പറയുന്നുണ്ട് എങ്കിൽ ആ 72 മണിക്കൂർ വാസ് എ മേക്കിംഗ് ഓഫ് ദാറ്റ് ഗവൺമെൻറ്. അതാണ് അന്നത്തെ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി അന്നത്തെ മുഖ്യമന്ത്രി നരേന്ദ്രമോദിയോട് പറഞ്ഞത്. ഈ കഥ നമ്മൾ ഒരു സമൂഹം എന്ന നിലയ്ക്ക് ഒന്നുകൂടി ഓർമ്മിക്കണം എന്നുള്ളതാണ് ഈ സിനിമ. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഈ മനുഷ്യർ ദേ ഹാവ് ഫോട്ട് ദെയർ ബാറ്റിൽ ആൻഡ് ഇറ്റ്സ് ഫോർ അസ്. നമ്മളാണ് ഇനി ബാക്കി ഈ യുദ്ധം ചെയ്യേണ്ടതെന്നുള്ളതാണ് എൻ്റെ തോന്നൽ.